ഇന്ത്യൻ സിനിമയിൽ നിന്നുകൊണ്ട് വിവിധ ഭാഷകളിലായി പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹസികതയുടെയും ഒട്ടേറെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഉലകനായകൻ കമൽഹാസന് വയസ്സ് 60. ഷഷ്ടിയിൽ നിൽക്കുമ്പോഴും കമൽ എന്ന പ്രതിഭാശാലി വിനയാന്വിതനാണ്, അതിലേറെ കർമ്മനിരതനും. കമൽഹാസന്റെ സിനിമകളിലൂടെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ ഒരു യാത്ര. ഉലകനായകൻ കമൽ at 60 എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണും കരളും എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച ശേഷം കമൽ നായകനാകുന്ന ആദ്യ മലയാള ചിത്രമാണ് കന്യാകുമാരി. MT വാസുദേവൻ നായരുടെ രചനയിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത കന്യാകുമാരിയിലെ അഭിനയത്തിന് ആദ്യ സിനിമയിലൂടെ തന്നെ കമലിന് ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു. പിന്നീട് വന്ന ചിത്രമാണ് വിഷ്ണു വിജയം. മലയാളമാണ് തന്റെ പോറ്റമ്മയെന്ന് കമൽഹാസൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 1974 കന്യാകുമാരിയിലൂടെയാണ് കമൽ നായകനായി രംഗപ്രവേശം ചെയ്യുന്നത്. ഭാഷയുടെ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താവുന്ന നടനായിരുന്നില്ല കമൽഹാസൻ. എന്നാൽ കമലിന്റെ വളർച്ചയുടെ ആദ്യകാലങ്ങളിൽ പ്രതിഭാ വിളയാട്ടത്തിനുള്ള ഊർജം നൽകിയത് മലയാള സിനിമയാണ്. 1975 കൂടി കമൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. 1975 4 ചിത്രങ്ങൾ കമൽ മലയാളത്തിൽ പൂർത്തിയാക്കി. 1974 2 ചിത്രങ്ങളിൽ തുടങ്ങിയ കമൽ 1976 ആയപ്പോഴേക്കും മലയാളത്തിൽ 12 ചിത്രങ്ങൾ പൂർത്തിയാക്കി. അഗ്നിപുഷ്പം, സമസ്യ, സ്വിമ്മിംഗ് പൂൾ, കുറ്റവും ശിക്ഷയും, നീയന്റെ ലഹരി എന്നിവയാണ് 1976 കമലിന്റെ മലയാള ചിത്രങ്ങൾ. എന്നാൽ മലയാറ്റൂർ രാമകൃഷ്ണന്റെ പ്രസിദ്ധമായ നോവലായ പൊന്നിയെ അധികരിച്ച് തോപ്പിൽ ബാസി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത ഇതേ പേരിലുള്ള ചിത്രമാണ് 1976 ഏറെ ശ്രദ്ധിക്കപ്പെട്ട കമൽ ചിത്രം. ലക്ഷ്മിയായിരുന്നു ഈ ചിത്രത്തിൽ കമലിന്റെ ജോഡി. അതിമനോഹരമായ ഗാനങ്ങൾ കൊണ്ടും ദൃശ്യവിസ്മയങ്ങൾ കൊണ്ടും കമലിന്റെ അനുപമമായ അഭിനയ ശൈലി കൊണ്ടും ചിത്രം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ഒപ്പം കമൽ എന്ന നടനും. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. 1977 ആദ്യ സിനിമയായ ശിവതാണ്ഡവത്തിന് ശേഷം കമൽ അഭിനയിക്കുന്നത് IV ശശി സംവിധാനം ചെയ്ത ആശീർവാദമാണ്. ചെലവൂർ പിക്ചേഴ്സിന്റെ ബാനറിൽ ചെലവൂരുകാരനായ തയ്യൽ കുഞ്ഞിക്കണ്ണനായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. കമൽ ശ്രീദേവിയുമായി ചേർന്ന് ഈ ചിത്രം മനോഹരമാക്കി. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സത്യവാൻ സാവിത്രിയാണ് കമൽ ശ്രീദേവി ജോഡികൾ ഒന്നിച്ച മറ്റൊരു ചിത്രം. മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് ചേക്കേറിയ കാലം കൂടിയായിരുന്നു അപ്പോൾ. 1977 ശിവതാണ്ഡവത്തോടെ ആരംഭിച്ച കമലിന്റെ കരിയർ ഗ്രാഫ് അതിവേഗം ഉയരങ്ങളിലേക്ക് കുതിക്കുകയായിരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ നിറഞ്ഞു നിന്ന കമൽ ശ്രീദേവി ജോഡി പിറക്കുന്നത് 1977 പുറത്തിറങ്ങിയ ആശീർവാദം എന്ന സിനിമയിലൂടെയാണ്. ചെലവൂർ പിക്ചേഴ്സിന്റെ ബാനറിൽ തയ്യൽ കുഞ്ഞിക്കണ്ണൻ നിർമ്മിച്ച ആശീർവാദം IV ശശിയാണ് സംവിധാനം ചെയ്തത്. വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദിയിൽ ഹിറ്റായി മാറിയ ചിത്രത്തിന്റെ കഥയെ അധികരിച്ചാണ് ഷെരീഫ് ആശീർവാദത്തിന്റെ തിരക്കഥ എഴുതിയത്. മധുരസ്വപ്നം, ശ്രീദേവി, അഷ്ടമംഗല്യം, നിറകുടം, ഓർമ്മകൾ മരിക്കുമോ, ആനന്ദം പരമാനന്ദം, ആദ്യപാഠം എന്നിവയാണ് 77 കമൽ ചിത്രങ്ങൾ. എന്നാൽ PG വിശ്വംഭരന്റെ സംവിധാനത്തിൽ കമലും ശ്രീദേവിയും മികച്ച അഭിനയം കാഴ്ചവെച്ച പ്രണയകഥ സത്യവാൻ സാവിത്രിയാണ് 77 കമലിന്റെ ഏറെ ശ്രദ്ധേയമായ ചിത്രം. സത്യവാന്റെയും സാവിത്രിയുടെയും പ്രണയകഥ പറഞ്ഞ ചിത്രം വശ്യതയാർന്ന ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി. ചെലവൂർ പിക്ചേഴ്സിന്റെ തന്നെ അനുമോദനം, മദനോത്സവം, കാത്തിരുന്ന നിമിഷം, വയനാടൻ തമ്പാൻ, ഈറ്റ,
അലാവുദ്ദീനും അത്ഭുതവിളക്കും, ഏഴാം രാത്രി, മാറ്റുവിൻ ചട്ടങ്ങളെ, വ്രതം, ഡെയ്സി, ചാണക്യൻ എന്നിങ്ങനെ 1974 മുതൽ 89 വരെ 35 സിനിമകൾ കമൽ മലയാളത്തിൽ പൂർത്തിയാക്കി.